പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്, സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. സർക്കാർ നടത്തുന്ന അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും, വളരെ സുതാര്യമായി തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുമെന്നുള്ള ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ആ ഉറപ്പിൽ വിശ്വസിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്. അടച്ചിട്ട മുറിയിലായിരുന്നു ആ കൂടിക്കാഴ്ച. മുക്കാൽ മണിക്കൂറിനപ്പുറം നീണ്ട കൂടിക്കാഴ്ചയായിരുന്നു അത്. 12:10 മുതൽ 58 വരെ 12:58 വരെ നീണ്ട കൂടിക്കാഴ്ചയായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയും PV അൻവറും മാത്രമായിരുന്നു, മറ്റാരുമില്ല. 1-to-1 കൂടിക്കാഴ്ചയായിരുന്നു. സുതാര്യമായ അന്വേഷണമാണ് മുഖ്യമന്ത്രി PV അൻവറിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. ആ ഉറപ്പിൽ വിശ്വസിക്കുന്നു എന്നാണ് PV അൻവർ പുറത്തിത മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ വിശകലനവുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും. ഉണ്ണി ബാലകൃഷ്ണൻ, ഇപ്പോൾ 2 ദിവസം നടത്തിയ വാർത്താ സമ്മേളനം, അതിൽ പുറത്തുവിട്ട തെളിവുകൾ, വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളുടെ രൂപത്തിലുള്ള ആരോപണങ്ങൾ, അത് എഴുതി നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക്. മുഖ്യമന്ത്രിയിൽ നിന്ന് തനിക്ക് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു, ഇതാ ഇവിടെ വരെയായിരുന്നു തൻ്റെ ദൗത്യമെന്ന് PV അൻവർ പറയുമ്പോൾ ഇതിന്മേലൊരു മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ കാണുന്നത്? മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ് എന്നുള്ളത് നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അന്വേഷണം തന്നെയാണ് എന്നാണോ, അതോ അതിലപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാമോ? സ്മൃതി, PV അൻവറുമായി നടന്നിട്ടുള്ള കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ ആദ്യം വിശദീകരിക്കുക. 45 മിനിറ്റ് ആയിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത്. CM-ന്റെ ഓഫീസിൽ, CM-ന്റെ മുറിയിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിൽ PV അൻവറും മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലാതെ മറ്റൊരാളും ഉണ്ടായിരുന്നില്ല. 45 മിനിറ്റ് CM-ഉമായിട്ട് നേരിട്ടാണ് PV അൻവർ സംസാരിച്ചത്. അൻവറും പിണറായിയുമായി മാത്രം നടന്നൊരു കൂടിക്കാഴ്ചയാണിത്. മറ്റൊരു ഉദ്യോഗസ്ഥനും ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്മൃതി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെല്ലാം കൃത്യമായി തന്നെ, വ്യക്തമായി തന്നെ PV അൻവർ എഴുതി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ മുകളിൽ അദ്ദേഹം ഒരു വിശദീകരണവും നൽകിയിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ മുഖ്യമന്ത്രി തൃപ്തനായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഈ പറയുന്ന ADGP അജിത് കുമാറിനെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന ആ ഒരു വിശദീകരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് PV അൻവറിന് ലഭിച്ചിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞതുപോലെ ADGP അജിത് കുമാറിൽ അവസാനിപ്പിച്ചിട്ടില്ല PV അൻവർ തൻ്റെ ആരോപണങ്ങളും തൻ്റെ പ്രതിഷേധങ്ങളും. അത് അവിടെ നിന്നും മുകളിലേക്ക് പോയിട്ട് P ശശിയെ സംബന്ധിച്ച് വ്യക്തമായ ചില വിയോജിപ്പുകൾ PV അൻവർ ഈ കൂടിക്കാഴ്ചയിൽ വിശദമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് ആധികാരികമായി റിപ്പോർട്ടർ TV പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സമയം ഈ കൂടിക്കാഴ്ചയിൽ PV അൻവർ പിണറായി വിജയനോട് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം PV അൻവർ പിണറായി വിജയനോട് പറഞ്ഞിരിക്കുന്നത്, നോക്കൂ, P ശശിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ആഭ്യന്തര വകുപ്പിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ജനവികാരമോ പാർട്ടി പ്രവർത്തകരുടെ വികാരമോ ഉണ്ടായാൽ അക്കാര്യങ്ങളെല്ലാം അനുനിമിഷം മുഖ്യമന്ത്രിയെ അറിയിക്കേണ്ട ചുമതലക്കാരനാണ് P ശശി. ആ ചുമതല അദ്ദേഹം നിർവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ADGP അജിത് കുമാറുമായി ചേർന്ന് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശി പാർട്ടിയുടെ താല്പര്യങ്ങളോ പാർട്ടി പ്രവർത്തകരുടെ താല്പര്യങ്ങളോ മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങളോ അല്ല സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് P ശശിയും അജിത് കുമാറും ഒക്കെ അവരുടെ വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരായിട്ടുള്ളൊരു വികാരം വളരെ ശക്തമായി ഈ പാർട്ടിക്കുള്ളിലുണ്ട് എന്നും പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട് എന്നും പൊതുജനങ്ങൾ ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള ഒരു വികാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അത് മനസ്സിലാക്കാതെയാണ് മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുമുള്ള വളരെ ശക്തമായ ഒരു ആരോപണവും ആക്ഷേപവും തന്നെയാണ് PV അൻവർ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ADGP അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ, സുജിത് ദാസിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ, മലപ്പുറം SP എതിരായിട്ടുള്ള ആരോപണങ്ങൾ, ഇവയെല്ലാം എഴുതി നൽകി അതിനു മുകളിൽ ഒരു ചെറിയ വിശദീകരണം നൽകിയതിനു ശേഷം ഈ 45 മിനിറ്റ് ദീർഘമായ കൂടിക്കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ, ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ PV അൻവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് P ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ചാണ്. P ശശിയുടെ പ്രവർത്തനങ്ങൾ വേണ്ട ഉത്തരവാദിത്വത്തോടുകൂടി ഉയരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. നോക്കൂ, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടായാൽ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു വകുപ്പായതിനാൽ അതിൻ്റെ എല്ലാം ധാർമ്മികമായ ഉത്തരവാദിത്വം
നിശ്ചയമായും മുഖ്യമന്ത്രിക്ക് തന്നെയാണ് എന്ന് അൻവർ ആവർത്തിച്ച് മുഖ്യമന്ത്രിയോട് പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പ്രാക്ടിക്കലായ ഉത്തരവാദിത്വം, ആ വാക്ക് വളരെ പ്രധാനമാണ്, പ്രായോഗികമായ ഉത്തരവാദിത്വം പി ശശിക്കാണ്. ആ ഉത്തരവാദിത്വം പി ശശി നിർവഹിക്കുന്നില്ല എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ആരോപണം ഈ കൂടിക്കാഴ്ചയിൽ PV അൻവർ മുഖ്യമന്ത്രിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടറിന് ലഭിക്കുന്ന ഏറ്റവും ആധികാരികമായ വിവരം. ഇക്കാര്യത്തോട് മുഖ്യമന്ത്രി ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിച്ചിട്ടില്ല. അത് ചിരിച്ചുകൊണ്ട് കേൾക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അവിടെ PV അൻവർ അവസാനിപ്പിക്കാനും പോകുന്നില്ല. അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഈ പരാതിയും ഈ ആരോപണങ്ങളുമൊക്കെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനെ അറിയിക്കാനുള്ള തീരുമാനം അദ്ദേഹം അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ കണ്ട് ഈ ആക്ഷേപങ്ങൾ എഴുതി നൽകുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനം. ADGP അജിത് കുമാറിനെതിരായിട്ടൊരു പരാതി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യമില്ല. സുജിത് ദാസിനെതിരായിട്ടുള്ള പരാതിയോ മലപ്പുറം SP ആയിട്ടുള്ള ശശിധരനെതിരായിട്ടുള്ള പരാതിയോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അറിയിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെയൊന്നും റോളുള്ള ഒരാളല്ല MV ഗോവിന്ദൻ. എന്നാൽ P ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ് എന്ന് നമ്മൾ ഓർക്കണം. അത് സംസ്ഥാന സമിതി, CPM-ന്റെ സംസ്ഥാന സമിതി തീരുമാനിച്ച് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വിശ്വസ്തതയുള്ള ഒരാളെയാണ് പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് എന്ന നിലയ്ക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് നിയമിക്കുക. അദ്ദേഹം ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നൊരാക്ഷേപമുണ്ട് എങ്കിൽ നിശ്ചയമായും അത് അറിയിക്കേണ്ടത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഒരു പക്ഷേ ആദ്യം അറിയിക്കേണ്ടത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. കാരണം അതിൻ്റെ ചുമതലക്കാരൻ CPM സംസ്ഥാന സെക്രട്ടറിയാണ്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇന്ന് തിരുവനന്തപുരത്ത് MV ഗോവിന്ദൻ ഇല്ല. MV ഗോവിന്ദൻ എത്തിയാലുടനെ ഈ പരാതികളെല്ലാം അദ്ദേഹത്തെ കൂടെ അറിയിച്ചിട്ട് PV അൻവർ മടങ്ങുമെന്നും വാർത്താലേഖകരോട് പറഞ്ഞിരുന്നു. എന്നാൽ എക്സ്ക്ലൂസീവായി ആ കൂടിക്കാഴ്ചയിൽ നടന്ന വിവരങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്, പ്രേക്ഷകരോട് പറയുന്നത്. ഏറ്റവും പ്രധാനമായി ഇന്ന് PV അൻവർ തൻ്റെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അജിത് കുമാറിനെതിരായിട്ടല്ല, സുജിത് ദാസിനെതിരായിട്ടല്ല, മലപ്പുറം SP ശശിധരനെതിരായിട്ടല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിക്കെതിരായിട്ടാണ്. P ശശി ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്നു എന്ന കാര്യം കഴിഞ്ഞ ദിവസം വളരെ പരസ്യമായി തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ വിശദാംശങ്ങളിലേക്ക്, ഏറ്റവും വലിയ ആരോപണങ്ങളിലേക്ക് ഇന്ന് PV അൻവർ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പോയിട്ടുണ്ട്. P ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഒരു സ്വതന്ത്ര സാമ്രാജ്യം ആഭ്യന്തര വകുപ്പിൽ അജിത് കുമാറുമായി ഉണ്ടാക്കി അവർ പാരലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും പാർട്ടി പ്രവർത്തകരുടെയോ പൊതുജനങ്ങളുടെയോ താല്പര്യത്തിനൊത്ത് ആഭ്യന്തര വകുപ്പിന് ഉയരാൻ കഴിയാതിരിക്കുന്നത് ഈ പൊതുവികാരം മുഖ്യമന്ത്രിയെ, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലക്കാരനായ മുഖ്യമന്ത്രിയെ അറിയിക്കുന്നതിൽ P ശശി വീഴ്ച വരുത്തുന്നുവെന്നും അത് P ശശിയുടെ താല്പര്യമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായി നിരീക്ഷിച്ചിട്ടുള്ളതുപോലെ P ശശിക്കെതിരായിട്ടുള്ള അതിശക്തമായൊരു നീക്കമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ADGP അജിത് കുമാറോ സുജിത് ദാസോ ഒക്കെ ചെറിയ മീനുകളാണ്. വലിയ മീനെന്ന് പറയുന്നത് ഈ വിഷയത്തിൽ P ശശിയാണ്. P ശശിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് PV അൻവർ ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഏതാണ്ട് 20-25 മിനിറ്റോളം ശശിയായിരുന്നു ഈ കൂടിക്കാഴ്ചയിലെ വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മുറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, PV അൻവറിനെ സ്വതന്ത്രമായി കേൾക്കാൻ മുഖ്യമന്ത്രി ഇന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് കേൾക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട്, ആ സുരക്ഷിതത്വത്തിൽ നിന്നുകൊണ്ട് തനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും അൻവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം P ശശിയെ ലക്ഷ്യം വെക്കുന്ന ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്മൃതി, വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. P ശശിക്കെതിരെയാണ് ഈ കൂടിക്കാഴ്ചയിൽ കൂടുതൽ സമയവും PV അൻവർ മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളിൽ. അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം, പ്രായോഗികമായ ഉത്തരവാദിത്തം എന്ന വാക്കാണ് അദ്ദേഹം പ്രയോഗിച്ചത്. പ്രായോഗികമായ ഉത്തരവാദിത്തം P ശശിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. അപ്പോൾ നേരത്തെ നമ്മൾ അനുമാനിച്ചതുപോലെ, നമ്മൾ മീറ്റ് ദ എഡിറ്റേഴ്സിലടക്കം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അതാണ്. ഉന്നം P ശശിയാണ്.